ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മലയാളം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പേര് തലയിൽ കൈവച്ചിരിക്കുമായിരിക്കാം, കുറച്ച് പേര് വമ്പൻ പ്രോഫിറ്റ് കിട്ടി സന്തോഷത്തിലിരിക്കുമായിരിക്കാം. എന്തുവായാലും ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി വളരെ വിശദമായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു. ശരിയോ തെറ്റോ കമൻറ്റ് പറയേണ്ടത് ഞാൻ എൻ്റെ മഹിമയ്ക്ക് വേണ്ടി തള്ളി മറിക്കുകയല്ല. ഞാൻ ഇന്നലെ എന്താണോ പറഞ്ഞത് അതാണ് ഇന്ന് മാർക്കറ്റിൽ കൃത്യമായി നടന്നത്. ഞാൻ പറഞ്ഞു, പുതിയ ആൾക്കാരും റിസ്ക് എടുക്കാൻ വയ്യാത്തവരും എല്ലാവരും നിങ്ങൾ മാറി നിന്ന് കരക്കിരുന്ന് മാത്രമേ കളി കാണാവൂ എന്ന് ഞാൻ അങ്ങനെ അനുസരിച്ചവർക്ക് അവരുടെ പൈസ പോക്കറ്റിൽ കിടപ്പുണ്ട്. അല്ലാതെ റിസ്ക് എടുക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് കാശ് പോയവരും കാണും, കാശ് കിട്ടിയവരും കാണും. അതൊന്നും പിന്നെ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയമല്ല. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ രണ്ട് കൈ കൊണ്ട് വാരി കഴിക്കുക, നിങ്ങൾക്ക് പോയാൽ തലയ്ക്ക് കൈവച്ച് മാനമായിട്ട് കിടന്നുറങ്ങുക. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. രാവിലെ എന്തായാലും ഏഷ്യൻ മാർക്കറ്റെല്ലാം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് ഏകദേശം 80 പോയിന്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി, എല്ലാം കിട്ടി. അതിനുശേഷം വൺ വേ റാലി ആയിരുന്നു മാർക്കറ്റ് താഴോട്ട്, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു 24,000 നിലനിർത്തിയാൽ മാത്രം മുകളിലോട്ട് നോക്കാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് നേരെ താഴോട്ടായിരിക്കും. 24,000 നിലനിർത്തിയില്ല. ഫസ്റ്റ് ക്യാൻഡിലാണ് 100 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത്, സാറേ ഇത്രയും പറഞ്ഞിട്ട് JP മോർഗൻ വന്നില്ലല്ലോ. ഒരു പക്ഷെങ്കിൽ JP മോർഗൻ്റെ സെല്ലായിരിക്കാം ഇത്. ഇതിനായിട്ടും ക്യാഷ് മാർക്കറ്റിലെ പിന്നെ ഡേറ്റ വന്നിട്ടില്ല. ഞാൻ ഇത്ര തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഡേറ്റ വന്നിട്ടില്ല. ഡേറ്റ വന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് എത്ര വാങ്ങി എത്ര വിറ്റു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു 200 പോയിൻ്റ് ഒറ്റ സ്ട്രെച്ചിന് 200 പോയിൻ്റ് മാർക്കറ്റിങ് നേരെ താഴോട്ട് പോയിരുന്നു. ഏകദേശം നമ്മുടെ 23,880 എന്ന് പറയുന്ന അവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് അവിടുന്ന് പിന്നെ തിരിച്ച് ഇവിടെ മുതൽ ഈ 5, 10, 15, 20 ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ കണ്ടത് എന്തായിരുന്നു? എക്സ്പയറി ഹംഗാമായിരുന്നു കണ്ടത്, ഇല്ലേ? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, പിന്നെ അതുപോലെ താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, അവസാനം ഒരു ഫോള്, പിന്നെ നേരെ തിരിച്ച്. ഞാൻ പറഞ്ഞു ഇന്നലെ 24,100-നും 23,900-നും ഇടയ്ക്കായിരിക്കും മാർക്കറ്റ് ക്ലോസിങ്ങിന് ഉള്ള സാധ്യത വളരെ കൂടുതലെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വീണ് ഇവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിയ ശേഷം ഈ റേഞ്ചിൽ 23,939-50 23,950 എന്ന റേഞ്ചിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? കൺസോളിഡേറ്റ് ചെയ്ത്, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴെ പോയി, അതിനുശേഷം അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്തു. പകുതി കൂടുതലും മാർക്കറ്റ് റിക്കവർ ചെയ്തു. എനിവേ, എന്തായാലും ഇപ്പം മാർക്കറ്റ് ആക്ച്വലി വെയിറ്റഡ് ക്ലോസിംഗ് ആണ് 65 ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്തവർക്കൊക്കെ മാന്യമായ രീതിയിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിടുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ 24,000-ൻ്റെ സ്ട്രാഡിലുണ്ടായിരുന്നു. 24,000 സ്ട്രാഡിൽ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാഡിലുണ്ടായിരുന്നു. അതിൽ മാന്യമായ പ്രോഫിറ്റ്, ഏകദേശം 35,000 രൂപയോളത്തിൻ്റെ പ്രോഫിറ്റ് അതിനകത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 24,000-ൻ്റെ സ്റ്റാർട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു. അതിനും മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ മന്ത്ലി എക്സ്പയറിയോട് അനുബന്ധിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, വാലുകളുടെ കളിയായിരിക്കും പറഞ്ഞു. നോക്കിക്കേ, ഇതിനകത്തിലെ വാലുകളുടെ എണ്ണം നോക്കി എന്തുമാത്രം വാലുകളാണ്. ഈ വാലുകളൊക്കെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റാണ് ഈ കാണുന്നത്. ഈ വാലുകളെല്ലാം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ തന്നെ ബയേഴ്സിനും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവസാനം ഹീറോ ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് 24,039 ഇവിടുന്ന് ഒരു ഇവിടെ 23,900-ൻ്റെ പി എന്ന് പറയുന്നത് ഏകദേശം 4 രൂപ 50 പൈസയായിരുന്നു. ഇവിടെ 23,900-ൻ്റെ വില, പിയുടെ വില 4 രൂപ 50 പൈസ. ഈ 4 രൂപ 50 പൈസ 63 രൂപ വരെ വന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടെന്ന് അറിയത്തില്ല. ഇവിടെ ധാരാളം പേർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയെന്നാണ് എൻ്റെ അനുമാനം. ഇവിടെ ഞാൻ 4 രൂപ 50 പൈസയ്ക്ക് കയറിയായിരുന്നു. 10 രൂപ ടാർജറ്റ് ഇട്ട് വെച്ചിരുന്നു, 20 രൂപയും ടാർജറ്റ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ 5 ലോട്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്.
2 ലോട്ട് 10 രൂപയ്ക്ക് ഇട്ടു, 2 ലോട്ട് 20 രൂപയ്ക്ക് ഇട്ടു, ബാക്കി ഒരു ലോട്ട് ചുമ്മാ അത് കൈപ്പിടിച്ചു. ഈ രണ്ടും ഹിറ്റായി. അതിനുശേഷം മേലോട്ട് പോയപ്പോൾ 32 രൂപയായി 35 രൂപയ്ക്ക് കണ്ട് ഞാൻ ആ കയ്യിലിരുന്ന് ഒരു ലോട്ട് കൂടെ കൊടുത്തു. ആ സാധനം പോയി നിന്നത് 60 രൂപ 63 രൂപയ്ക്കകത്താണ് പോയി നിന്നത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയവർ കമൻറ്റ് ചെയ്യുക, നഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യുക. അല്ലാതെ എനിക്കെന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങളോട്, ഇല്ലേ? ഇന്ന് വളരെയധികം വോളറ്റാലിറ്റി ആയിരിക്കും മാർക്കറ്റ്. മുകളിലോട്ടും താഴോട്ടും ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചത് വലിയ ഹ്യൂജ് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തിലൊന്നും എന്താ പറയുന്നത് വലിയ ഇത് കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അവസാനം ഹീറോ എന്ന് പറയുന്നത് ഒരു ഭാഗ്യക്കളിയാണ്. അല്ലാതെ അവിടെ വലിയ സ്ട്രാറ്റജിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊരു ഭാഗ്യക്കളിയാണ്, ഭാഗ്യം പരീക്ഷിക്കുന്നത് മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ ഹീറോ എന്ന് പറയുന്നത്. ഒന്ന് ഹീറോ ആവും അല്ലെങ്കിൽ സീറോ ആവും. എനിവേ, കിട്ടിയവർക്കൊക്കെ ആശംസകൾ, പോയവർക്ക് ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത ക്വാർട്ടർ ആരംഭിക്കുകയാണ്, ഇല്ലേ? ജൂൺ മാസം കഴിഞ്ഞു, ഇനിയും ജൂലൈ മാസം പുതിയ ക്വാർട്ടർ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ഞാൻ ഇന്നലെ കുറച്ച് പറഞ്ഞു, അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇനി ഇപ്പോൾ വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ, ഓക്കെ, ഇവയൊക്കെ നല്ല റിസൾട്ടുകളാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് അതൊരു പോസിറ്റീവ് മൊമെൻ്റ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം ഒരു പീക്ക് ബോട്ടം ലെവലിലാണ് നിലവിൽ നിൽക്കുന്നത്. അതായത് കോവിഡ് ലെവലിൽ ആണ് നമ്മുടെ IT സെക്ടർ, TCS ആണെങ്കിലും ഇൻഫി ആണെങ്കിലും HCL ടെക് ആണെങ്കിലും ഇവരെല്ലാം നമ്മുടെ കോവിഡ് സമയത്തെ ഒരു ലെവലിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഒരു പക്ഷെങ്കിൽ IT സെക്ടറിൽ ഒരു ബൈ വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ IT സെക്ടറായിരിക്കും നമ്മുടെ നിഫ്റ്റിയെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ HDFCയുടെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. HDFC ഒക്കെ നമുക്ക് 800 റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഏകദേശം അതും ഒരു 2-3 വർഷത്തെ പുറകോട്ടുള്ള ഒരു ലെവലിലാണ് HDFC നിൽക്കുന്നത്. അപ്പം ഏതെങ്കിലും കാരണവശാൽ ഒരു ബൈ മൊമെൻറ്റം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായാൽ അതൊരു ഹ്യൂജ് റാലിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ തന്നെ ഈ 60 ദിവസത്തെ ഈ ഡെഡ് ലൈൻ, നമ്മളുടെ എന്താ പറയുന്നത്, ഈ ഇറാൻ US തമ്മിലുള്ള ധാരണാപത്രം 60 ദിവസത്തേക്കാണ്. അതിനകത്ത് ഈ കാര്യത്തിൽ സമവായം ആകണമെന്നാണ്. ഇതിനിടയിൽ ട്രംപ് എന്തെങ്കിലും പോയ കോടാലി പോലെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ കുറച്ചെങ്കിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 60 ദിവസത്തിനകം മാർക്കറ്റ് ഒരു പരിധി വിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂഡിൻ്റെ വിലയും $70 ഓക്കെ, അത് ഒരു $60 എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാകും. പക്ഷേങ്കിൽ ഈ 60 ദിവസത്തിനകം മാർക്കറ്റ് ഈ 70 താഴോട്ട് വന്നു കഴിഞ്ഞാൽ 60 വരുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പോൾ മിക്കവാറും ഒരു 60-നും 80-നും ഇടയ്ക്ക് ഈ 60 ദിവസം ക്രൂഡിൻ്റെ വില 60-നും 80-നും ഇടയ്ക്ക് ഓടിക്കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 60 ദിവസം ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നിടം വരെ. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ, വീണ്ടും ആവർത്തിക്കുകയാണ്, കേൾക്കാത്തവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ UK ആയിട്ടുള്ള കരാർ അത് ജൂലൈ 15-ന് നമുക്ക് എന്ത് ചെയ്യുന്നു, കരാർ നിലവിൽ വരുവാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ടെക്സ്റ്റൈലും ലെതറും IT സെക്ടറിനൊക്കെ അവിടെ വളരെയധികം പ്രസക്തിയുണ്ട്. 0 ടാക്സ് ആണ് ടെക്സ്റ്റൈൽസിനും ലെതറിനൊക്കെ. അതുപോലെ തന്നെ IT സെക്ടറിലെ എംപ്ലോയീസ് 2 സോഷ്യൽ സെക്യൂരിറ്റിയിൽ 2 ടാക്സ് കൊടുത്തിരുന്നു. അവിടെ അതിൽ ഒരു ടാക്സ് അവർ ഒഴിവാക്കി. അപ്പോൾ അതും IT കമ്പനികൾക്കൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻ്റാണ്. എന്തായാലും ഈ വരുന്ന ക്വാർട്ടറുകൾ അല്ലെങ്കിൽ ജൂലൈ മാസം നിഫ്റ്റിയുടെ ഒരു പക്ഷെങ്കിൽ ഒരു നല്ല കാലം ആകാൻ സാധ്യത വളരെ സാധ്യത ഞാൻ വീണ്ടും അടിവരെ വിട്ട് പറയുന്നു. ജൂലൈ മാസം ഒരു നല്ല കാലമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ടറിയാം എന്താണെന്ന്. പിന്നെ ട്രംപിൻ്റെ വായിലെ നാക്കും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ മന്ത്ലി ക്യാൻഡിലോട്ട് പോകണം. നമ്മൾ എല്ലാ പ്രാവശ്യവും മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കാറുണ്ട്, ഇല്ലേ? നമുക്കിപ്പോൾ മന്ത്ലിയിലോട്ടൊന്ന് പോയി നോക്കാം എന്താ സംഭവിച്ചത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 മാസം, ഏപ്രിൽ മാസവും മെയ് മാസവും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. നമ്മൾ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ആർക്കറിയാം. എനിവേ നമുക്ക് നോക്കാം. നമ്മൾ അന്ന് പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടിരുന്നു, അന്നേ വരച്ചിട്ടിരുന്നതാണ്. പല പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയ ചരിത്രമാണ് മാർക്കറ്റിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാൽ തിരിച്ച് കയറിപ്പോവും എന്നാണ് ഇതാണ്ട് ഇവിടെ വന്നപ്പോൾ ഈ മാസം മാർച്ച് മാസത്തിലാണ് ഞാനത് പറഞ്ഞത്. മാർച്ച് മാസത്തിലൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു, നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ വന്ന് അവസാനിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ
പറഞ്ഞിരുന്നു. അതിനുശേഷം ഉള്ള സംഭവ വികാസങ്ങളാണ് മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ഇത് ജൂണുമായി ഇല്ലേ. ജൂണിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് മന്ത്ലിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഫർദറായിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് മുന്നോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ജൂൺ 30-ാം തീയതിയാണ്. അപ്പോൾ നമുക്കിനി ജൂലൈ 31-ാം തീയതി എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം പറഞ്ഞതും അതുപോലെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ ജൂലൈ മാസം 25,000 ഒരു പക്ഷെങ്കിൽ 25,000 ഒക്കെ ടച്ച് ചെയ്യാൻ സാധ്യത ഒരു പക്ഷെങ്കിൽ കാണും. ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെന്നുണ്ടെന്നുണ്ട്. 25,000 എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആണ്, ഈ പറയുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഏപ്രിൽ മാസം ക്യാൻഡിലിൻ്റെ ഹൈ ആണ് 25,000 എന്ന് പറയുന്നത്. എന്തായാലും ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് പോട്ടെ, അത് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്, അപ്പോൾ കഴിഞ്ഞ ഇടയിൽ ആരോ ഒരാൾ എനിക്ക് മെസ്സേജ്, സാറിൻ്റെ ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്തിരുന്നു, ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്തു, അപ്പോൾ ഞങ്ങൾക്കത് ഗുണമായി എന്ന് പറഞ്ഞു. ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കട്ടെ. എന്താ കണ്ടോ, എൻ്റെ ട്രെൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. സാറേ, ആ ട്രെൻഡ് ലൈൻ തന്നെ തട്ടിയാണ് മാർക്കറ്റ് പലപ്പോഴും താഴോട്ട് വന്നതെന്ന് പറഞ്ഞൊരു 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യവും എപ്പോഴും സ്പൂൺ ഫീഡിങ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. ഞാനൊരു വഴി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വഴി കാണിച്ചു തരാനേ എനിക്ക് പറ്റത്തുള്ളൂ. ആ വഴിയെ കൂടെ നടക്കണോ, ഓടണോ, സൈക്കിളിൽ പോകണോ, സ്കൂട്ടറിൽ പോകണോ, കാറിൽ പോകണോ, പ്ലെയിനിൽ പോകണോ എന്നുള്ളത് ആരാ വിചാരിക്കേണ്ടേ? ആരാ ചിന്തിക്കേണ്ടേ? നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അവസരങ്ങൾ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു വഴികാട്ടി മാത്രം, ഒരു ചൂണ്ടുപലക മാത്രമാണ്. എനിക്ക് പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ സ്വയമേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് വളരെയധികം വലുതായിരിക്കും. അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് വർത്തുമായിരിക്കും. അപ്പം നമ്മൾ അന്ന് ട്രെൻഡ് ലൈൻ വരച്ച ആ ട്രെൻഡ് ലൈൻ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ട്രെൻഡ് ലൈനിൽ തന്നെ വന്ന് തട്ടിയാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് റിജക്റ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിവേ, എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലൈനൊക്കെ തട്ടിക്കളയാം, വേണ്ട. വരകളൊക്കെ ഒത്തിരി കൂടുതലായി. നമുക്കിനി വരയൊന്ന് തിരിച്ച് ഒന്ന് മാറ്റി വരയ്ക്കണം. നമുക്ക് ഒരു ദിവസം, ഒരാഴ്ച നമുക്ക് വരകളൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നാളത്തെ ലക്ഷ്യം നമുക്ക് 24,000 ഈ 24,000-ൻ്റെ മുകളിൽ മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മൊമെൻറ്റം നിഫ്റ്റിക്കകത്തിലുണ്ടാകത്തുള്ളൂ. ഓക്കെ, വെരി ക്ലിയർ ആണ്. 24,000-ന് മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഡേ വൈസിൽ 24,000-ന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിഫ്റ്റിയിൽ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇത് 24,000-നും 23,800 ഇടയിൽ ഇതിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത്, ഒന്നുകിൽ 23,800 ബ്രേക്ക് ചെയ്ത് താഴെ പോയി ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മൊമെൻറ്റും ആയിരിക്കും. അല്ല, 24,000-ന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പോസിറ്റീവ് മൊമെൻറ്റും ആയിരിക്കും. ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഗ്ലോബലി പല കാര്യങ്ങൾ സംഭവിക്കാം, കാര്യങ്ങൾ മറിയാം. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 ലെവലുകൾ, 24,000, 23,800. അപ്പോൾ നാളെ നമുക്ക് ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഏകദേശം 23,825 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നാളെ ഒരു പക്ഷേ ഗ്യാപ്പ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് 24,000-ന് അടുത്തെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു പുതിയ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ മൂഡ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ട്രേഡ് എടുക്കുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, മൂഡ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് നിഫ്റ്റി പറ്റിയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളാണ് കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ ഇന്ന് ഞാൻ എല്ലാ കമൻറ്റും ഞാൻ എല്ലാ ദിവസവും വായിക്കും. എങ്കിലും നിങ്ങളുടെ പല രസകരമായ കമൻറ്റുകളും അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണിന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 57,830 എന്ന് പറഞ്ഞ ലെവൽ ഇങ്ങനെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് അവിടെ നിൽക്കുകയാണ്. നമുക്കൊരു ബാങ്ക് നിഫ്റ്റി നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റ്, HDFCയിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60,000 ഒക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റി കാണാൻ പറ്റും. പക്ഷേങ്കിൽ ICICI ബാങ്കിൽ ഇന്നൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പം HDFC മൊമെൻറ്റ് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുന്നോട്ട്
ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒരു 60,000 വരെയൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൊമെൻറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 57,835 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു പോസിറ്റീവ് മൊമെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളൂ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പിൻ്റെ കാര്യം ലാസ്റ്റ് മൊമെൻറ്റിൽ ഇന്നും ഈ പറയുന്ന പോലെ തന്നെ BSE വലിയ രീതിയിൽ നിന്ന് പെർഫോം ചെയ്ത ഫ്ലാറ്റ് നോട്ടായിരുന്നു. BSE വെറി ഫ്ലാറ്റ് നോട്ടായിരുന്നു. ഹീറോ മോട്ടോകോപ്പും ഫ്ലാറ്റായിരുന്നു അല്ലേ, അവർ രണ്ടുപേരും ഫ്ലാറ്റായിരുന്നു. അതുകൊണ്ട് മിഡ് ക്യാപ്പും ഇന്ന് ഫ്ലാറ്റായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഈ ഏരിയയിലാണ് ഓപ്പൺ ചെയ്തത്. എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെയാണ് ഏകദേശം വന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, അതിന് തൊട്ട് കുറച്ച് മുകളിലാണ്. എത്ര 58 പോയിൻ്റ് മാത്രമേ ഒരു പോസിറ്റീവ് പോയിന്റിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ മിഡ് ക്യാപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് പോകാൻ. എൻ്റെ കാരണം വെച്ചാൽ മിഡ് ക്യാപ്പിനകത്ത് മൊമെൻറ്റം ഇല്ല. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും, നിഫ്റ്റിയൊക്കെ നല്ലോണം മൂവ് ചെയ്യുമ്പോഴും മിഡ് ക്യാപ്പ് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ 2 ഹെവി വെയിറ്റേജ് സ്റ്റോക്കായ ഈ പറയുന്ന ഹീറോ മോട്ടോകോപ്പും BSEയുമാണ് മിഡ് ക്യാപ്പിനെ നയിക്കുന്നത്. അപ്പോൾ അവരുടെ മൊമെൻറ്റം നോക്കി മാത്രമേ നിങ്ങൾ മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് ചെയ്യാവൂ. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം. 14,590 കടന്നെങ്കിൽ മാത്രമേ 14,590 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം മിഡ് ക്യാപ്പിനകത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും എത്ര മുകളിൽ പോയാലും പൊട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല BSE കുറച്ച് വീക്കാണ്. കാരണം അതിന് നെഗറ്റീവ് ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം മറ്റേ NSEയുടെ IPO വരുന്നതുകൊണ്ട് BSEക്ക് ചെറിയ തട്ടുകേടുണ്ട്. അപ്പോൾ ഞാൻ എന്നും പറയുന്നതാണ്, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ BSEക്ക് ഒരു ചെറിയ തട്ടുകേട് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇന്നത്തെ ആ ട്രേഡിൻ്റെ രീതികളെ കണ്ടു കഴിഞ്ഞാൽ പലർക്കും സങ്കടവും കാണും, സന്തോഷം കാണും അല്ലേ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൻ്റെ ഒരു വശമാണിത്. മാർക്കറ്റിന് എപ്പോഴും നിങ്ങൾ നേടിയതാൾ നഷ്ടപ്പെടുത്തിയാൽ ഇതിനൊരു മറുവശമുണ്ട്. അപ്പം വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഓക്കെ, നേട്ടങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെ നേടി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ ഇതിനൊരു മറുവശം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ച് പോകില്ല. സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് 76,802 കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം ഉള്ളൂ. ഓക്കെ, ഇതിന് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 631 കിട്ടും. ഓക്കെ, 802 ഒരു പ്രധാനപ്പെട്ട, ഞാൻ ഈ ലൈൻ ഒന്ന് കാണിപ്പിച്ചിട്ടേക്കാം. ഈ 802 ഒരു പ്രധാനപ്പെട്ട ലൈനാണ്. ഈ 802ന് മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് മുകളിലോട്ട് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരിക്കും സെൻസെക്സിനകത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഓക്കെ, നമുക്ക് ഈ മാസം പുതിയൊരു മാസം തുടങ്ങുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഞാൻ എവിടെയായിരിക്കുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്തു, ഇപ്പം ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റം എനിക്ക് വരുത്താൻ പറ്റണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വയം വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.